പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു അമ്മു സജീവ് എന്ന പെൺകുട്ടി. അദ്ദേഹം അവര് നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. ഇനി 1 മാസം കൂടി ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. സഹപാഠികളായ 3 വിദ്യാർത്ഥിനികൾ നിരന്തരം ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു, മാനസികവും ശാരീരികമായി പീഡിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ആ 3 വിദ്യാർത്ഥികളെ ഈ കൊച്ചിനെ ഒറ്റപ്പെടുത്തി ക്ലാസ്സിലും ഹോസ്റ്റലിലും ഒക്കെ അങ്ങനെയാണ്. അതിന് വലിയ മാനസിക പീഡനം ഉണ്ടായി. 21 വയസ്സ് പ്രായമേ ഉള്ളൂ. അമ്മു എന്ന ഈ കുട്ടി അവരുടെ മാതാപിതാക്കൾ തിരുവനന്തപുരത്താണ്. അയിരൂപ്പാറ രാമപുരത്ത് പൊയ്ക ശിവൻ വീട്ടിൽ സജീവ് രാധാമണി ദമ്പതികളുടെ മകളാണ്. ഈ കുട്ടിയെ കുറെ നാളുകളായിട്ട് കൂടെയുള്ള വിദ്യാർത്ഥിനികള് ഹോസ്റ്റലിൽ വെച്ചും കോളേജിൽ വെച്ചും മാനസിക പീഡനത്തിന് വിധേയമാക്കും. അതിനെ കളിയാക്കുക, അതിനെ ആവശ്യമില്ലാതെ അവർ വഴക്ക് പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവഹേളിക്കുക. ഇങ്ങനെ പല സ്കൂളിലും നമ്മൾ ഇതുപോലുള്ള വിദ്യാർത്ഥിനികളെ അല്ലെ വിദ്യാർത്ഥികളൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ അത് തന്നെ സംഭവിച്ചു. ഈ കുട്ടി തിരുവനന്തപുരം ജില്ലയിൽ റൂറലിലുള്ള ഒരു കുട്ടിയാണ്. അതിനെ കളിയാക്കുന്നതും അതിനെ അധിക്ഷേപിക്കുന്നതൊക്കെ അതിന് വലിയ വിഷമം തന്നെയാണ്. അത് ഒറ്റപ്പെട്ടു പോയി. ഇതിനെ സംബന്ധിച്ച് ഹോസ്റ്റലിലുള്ള 2 കുട്ടികളാണ് കൂടുതലും ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നതെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പം പിതാവ് ഒരു പരാതി എഴുതി പ്രിൻസിപ്പളിന് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടി മരണം അടഞ്ഞു എന്ന് കണ്ടപ്പം വിദ്യാർത്ഥിയുടെ മരണത്തിന് ഏതുവായ കാരണം എന്താണ് എന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു അതേപ്പറ്റി അന്വേഷിച്ചു വരികയായിരുന്നു, അതിനിടയ്ക്കാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന്. എന്തായാലും ഹോസ്റ്റലിലെ 2 സഹവിദ്യാർത്ഥികളാണ് കൂടുതലായിട്ട് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പറയുന്നു. എന്തായാലും തക്കതായ നടപടി എടുക്കുകയില്ലെങ്കിൽ, പെട്ടെന്ന് നടപടിയിലോട്ട് പോയില്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാകുന്നത്. ആരോപണം നേർന്ന 3 വിദ്യാർത്ഥികൾ ഈ മരണ ദിവസം ക്ലാസ്സിൽ വെച്ച് ഈ പെൺകുട്ടിയെ മാനസികമായി വളരെയധികം പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഹോസ്റ്റലിലെ 2 വിദ്യാർത്ഥികളുടെ എതിരായി അച്ഛൻ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഏതായാലും കോളേജിൽ നിന്ന് വന്ന് ഹോസ്റ്റലിൽ വന്ന ശേഷം മുറിയിലെ ബുക്ക് വെച്ചിട്ട് നേരെ മുകളിലത്തെ നിലയിൽ കയറി എടുത്തു ചാടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഹോസ്റ്റലിൽ നിന്ന് അന്നേ ദിവസം തന്നെ ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ മാതാപിതാക്കളോടും സഹോദരനോടും ഒക്കെ സംസാരിച്ചിരുന്നും പറയുന്നുണ്ട്. അതിനുശേഷമായിരിക്കണം ക്ലാസ്സിൽ വെച്ച് വേവലാതിപ്പെട്ട് വിഷമത്തോടെ ഇറങ്ങി ഹോസ്റ്റലിൽ പോയത്. ഹോസ്റ്റലിൽ വെച്ചും 2 കുട്ടികൾ അവിടെയുണ്ട്, അവരും പീഡിപ്പിച്ചിരിക്കാം. എന്തായാലും ക്ലാസ്സിൽ നിന്ന് വന്ന ഉടനെ ആണ് നേരെ മുകളിലത്തെ നിലയിൽ കയറി ചാടിയത്. ആ കുട്ടിയുടെ കാല് ഒടിഞ്ഞിരുന്നു, മാരകമായ കാലിന് പരിക്കേറ്റിരുന്നു. അവിടെ ആശുപത്രി കൊണ്ടുപോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണം എന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞു. മാതാപിതാക്കളെ വിവരം അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നോളൂ എന്ന് മാതാപിതാക്കൾ അവരോട് പറയുകയും ചെയ്തു. അങ്ങനെ ആംബുലൻസ് വാനിൽ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് പരിശോധിച്ചപ്പം കുട്ടി മരിച്ചിരിക്കുന്നു. മാരകമായ പരിക്ക് കാലിന് മാത്രമല്ല, മുകളിൽ നിന്ന് ചാടികൊണ്ട് ആ നെഞ്ചുഭാഗത്തെയും റിപ്സുകളൊക്കെ പൊട്ടിയിരിക്കാം, നടുവിന് പ്രശ്നം ഉണ്ടായിരിക്കാം. ഏതായാലും അവിടെ പത്തനംതിട്ടയിലെ ചികിത്സിക്കാനുള്ള വലിയ സൗകര്യങ്ങളില്ലാത്തതിനാൽ നേരെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നതാണ്. ക്ലാസ്സിൽ നിന്ന് വന്ന ഉടനെ നേരെ മുകളിലത്തെ നിലയിലോട്ട് പോയെന്നും പറയുന്നുണ്ട്. ഇതിൽ ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണ് ശാസ്ത്രീയമായി പോലീസ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പലിന്റെ മൊഴി എടുത്തിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അവരുടെ പ്രവൃത്തി മൂലം ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് മുകളിൽ കയറി ചാടി എന്ന് വന്നാൽ ആ കോളേജ് സഹപ്രവർത്തകരെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അവരെല്ലാം ഈ 18 വയസ്സ് കഴിഞ്ഞവരാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ പല കോളേജുകളിലും സ്കൂളുകളിലൊക്കെ നടക്കുന്നുണ്ട്. അത് മാതാപിതാക്കൾ അങ്ങനെ ഹോസ്റ്റലിൽ നിർത്തുന്നവരോടും അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികളോടും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള മാനസിക ധൈര്യം കൊടുക്കാൻ മാതാപിതാക്കളും അധ്യാപകരും ശ്രമിക്കണം.
ഇവിടെ ആ കുട്ടി ഒറ്റപ്പെട്ടു പോയി എന്നാണ് തോന്നുന്നത്. കാരണം ഒരു മാസം കൂടെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കി വെളിയിൽ വരാം, ശോഭനമായ ഒരു ഭാവി ആ കൊച്ചിനുണ്ടായിരുന്നു. അതെല്ലാം ഒരു നിമിഷം കൊണ്ട്, ആ ഒരു ചിന്ത കൊണ്ട് പെട്ടെന്ന് തന്നെ വളരെ വേദനപ്പെട്ടുകൊണ്ടായിരിക്കണം കോളേജിൽ നിന്ന്, നഴ്സിംഗ് കോളേജിൽ നിന്ന് ഓടി വന്ന് നേരെ മുകളിലത്തെ നിലയിൽ കയറി ചാടുകയായിരുന്നു. കാരണം അത് സഹിക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക്. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അത് റാഗിങ്ങിന്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ചില കുട്ടികൾക്ക് താങ്ങാൻ കഴിയില്ല, ചിലർ അത് കളിയോടെ കൂടെ എടുക്കും. പക്ഷേ ഹൃദയത്തിൽ വലിയ വക്രതയൊന്നുമില്ലാത്ത ഓണസ്റ്റായ കുട്ടികൾക്കൊക്കെ ഇത് സംഭവിക്കാം സർവ്വസാധാരണമാണ്. കാരണം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതൊന്നും താങ്ങാൻ കഴിയില്ല. അത് രണ്ടും മൂന്നും കുട്ടികൾ ക്ലാസ്സിൽ വെച്ച് ഇതിനെ മാനസികമായി പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ടൂർ ഓപ്പറേറ്ററായിട്ട് ഈ കൊച്ചിനെ തിരഞ്ഞെടുത്തിരുന്നു. അത് ഈ 3 പെൺകുട്ടികളും ഇഷ്ടപ്പെട്ടില്ല. ആ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് ഈ കുട്ടിയാണ് ചുമതലപ്പെടുത്തി. തിരുവനന്തപുരത്ത് ഭാഗത്തോട്ടെങ്ങാനും വരാനും വേണ്ടിയിട്ടായിരിക്കണം. എന്തായാലും അത് ഈ 3 പെൺകുട്ടികൾക്ക് ഒട്ടും പിടിച്ചില്ല. അത് എതിർത്ത് സംസാരിച്ചു. ഈ അമ്മുവിനെ ടൂർ അറേഞ്ച്മെന്റ് ചെയ്യാനൊക്കെ ചുമതലപ്പെടുത്തിയത് തൊട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ് അവർ ബഹളം വെച്ചതായിട്ട് പറയുന്നു. അത് അമ്മുവിനെ തീർച്ചയായിട്ടും വേദനപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കാം ആ കുട്ടിയെ മരണത്തിലേക്ക് പോകാൻ തന്നെ കാരണം. ആത്മബലം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു കുട്ടി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അതിനിതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്നാലും മാതാപിതാക്കളെ അറിയിക്കുകയും അതിന് നടപടി സ്വീകരിക്കുകയും കുറച്ച് നാളുകളായിട്ട് മാനസിക സംഘർഷത്തിൽ തന്നെ നടന്നു പോകുന്ന ഒരു കുട്ടിയായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അത് അധ്യാപകരും അതുപോലെ പ്രിൻസിപ്പൽമാരും വീട്ടുകാരും ഒക്കെ ഇതുപോലെ ഹോസ്റ്റലിലും ഒക്കെ ആക്കുന്ന കുട്ടികളെ എപ്പോഴും അവരെ വിളിച്ചും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി അതിന് പ്രതിവിധി നടത്തുക തന്നെ വേണം.